വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ.എം. ഷാജഹാൻ്റെ വക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ CPM-ലെ രണ്ട് പ്രമുഖ നേതാക്കളെക്കുറിച്ചൊരു ലൈംഗിക അപവാദ കഥയാണ് ഷാജഹാൻ പറഞ്ഞത്. അതിനിടെ ഇന്ന് പുറത്തിറങ്ങിയ മെട്രോ വാർത്ത ദിനപത്രത്തിലും ഈ വിവാദ വാർത്ത വന്നിരുന്നു. CPM വനിതാ നേതാവിൻ്റെ വീട്ടിൽ കയറിയ MLA ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടിലാണ് മെട്രോ വാർത്ത ദിനപത്രം ഇത് പ്രസിദ്ധീകരിച്ചത്. പത്രത്തിൻ്റെ എറണാകുളം എഡിഷനിൽ 11-ാം പേജിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ള പൂശുന്ന രീതിയിലാണ് ഈ വാർത്തയും കൊടുത്തിരിക്കുന്നത്. മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ ഒരു വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള CPM MLA എന്നാണ് വാർത്ത പറയുന്നത്. ഇതാദ്യം പറഞ്ഞു വച്ചത് K.M. ഷാജഹാനായിരുന്നു. വനിതാ നേതാവിൻ്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു. രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചയോടെ തിരിച്ചെത്തിയ ഭർത്താവ് വീടിൻ്റെ സ്പെയർ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് ഭർത്താവ് അയൽവാസികളുമൊത്ത് വീടിൻ്റെ പൂട്ട് തല്ലി തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് MLA അവിടെ കണ്ടത്. അങ്ങനെ ഭർത്താവ് MLA-യെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ച MLA-യെ ഭർത്താവ് ചവിട്ടി താഴെയിട്ടു എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് വിഷയത്തിൽ ഇടപെട്ട് അവരെ തടഞ്ഞതായാണ് വിവരം. ഷാജഹാൻ പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു MLA എന്നാണ്. P. രാജീവ് അല്ലെന്ന് ഷാജഹാൻ എടുത്തു പറയുന്നുണ്ട്. മറ്റുള്ള 4 പേരിൽ ഒരാൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ആ പേര് പറയാനുള്ള ചങ്കൂറ്റം ഷാജഹാന് ഇല്ലാതെ പോയി. മെട്രോ വാർത്തയിൽ ഇത് പ്രസിദ്ധീകരിച്ചെങ്കിലും ഊരും പേരുമില്ലാത്ത വാർത്തയായതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കും എന്നതാണ് ചോദ്യം. കുന്നത്തുനാട്, വൈപ്പിൻ, കോതമംഗലം, കൊച്ചി ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ CPM MLA-മാരിൽ ഒരാളെന്നാണ് ഷാജഹാൻ പറയുന്നത്. ആരാണെന്ന് വെളിപ്പെടുത്താത്ത പ്രസ്താവനയ്ക്കെതിരെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി K.M. ഷാജഹാൻ നേരത്തെ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ അദ്ദേഹത്തിനെതിരെ പരാതികളും നൽകിയിരുന്നു. കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഒരിക്കൽ കേസെടുത്തത്. പ്രതിപക്ഷ നേതാവ് സതീശനെയും കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവിനെയും ചേർത്ത് ഷാജഹാൻ ഇട്ടൊരു പോസ്റ്റിൻ്റെ പേരിലായിരുന്നു നടപടി. വിവാദമായതിനെ തുടർന്ന് ഷാജഹാൻ ഖേദം പ്രകടിപ്പിച്ച ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഖേദപ്രകടനവുമായി പുതിയ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അന്ന് സൈബർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ ഷാജഹാൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. തെറ്റ് പറ്റിപ്പോയി എന്നാണ് ഷാജഹാൻ പോലീസിനോട് ഏറ്റുപറഞ്ഞത്. ഇപ്പോഴും CPM നേതാക്കളുടെ അവിഹിതത്തെക്കുറിച്ച് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നന്നായി വെള്ളപൂശാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എക്കാലവും ഷാജഹാൻ്റെ പരാമർശങ്ങൾ CPM-ന് എതിരെയുള്ളത് തന്നെയായിരുന്നു. വനിതാ നേതാവ് MLA എന്നൊക്കെ പറഞ്ഞ് വ്യാജ ആരോപണങ്ങൾ ഉയർത്താതെ അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരം പ്രസ്താവന നടത്തേണ്ടത്. നാട്ടുകാർ എല്ലാവരും കണ്ടു, കോൺഗ്രസ് നേതാവ് വന്ന് ഒത്തുതീർപ്പാക്കി എന്നൊക്കെ പറയുന്നുവെങ്കിലും പേര് പറഞ്ഞുള്ള ഒരു പ്രസ്താവന ഷാജഹാനെ പോലുള്ള ഒരാൾ നടത്തില്ല. കാരണം വീണ്ടും ഈ കേസിലും മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതാണ്.